നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തകരുടെ ജാഗ്രത വേണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും കെ മുരളീധരൻ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ്. അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് KSEB കടന്നുപോകുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും. പാലക്കാട്ട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം. KSEBയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. തൃശൂരിലെ ഹീവാൻ ഫിനാൻസ് ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയത് കാലടിയിൽ നിന്ന്. ഇതേ കേസിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി സുന്ദർ മേനോൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കർശന നടപടി. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ഓഗസ്റ്റ് 20-നകം സ്വയം നീക്കണം. അല്ലാത്തപക്ഷം ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ കർശന നടപടിയെന്ന് നഗരസഭാ അധികൃതർ. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ DCC എക്സിക്യൂട്ടീവ് ക്യാമ്പ് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വ്യക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും അട്ടിമറികൾ പ്രതീക്ഷിക്കണമെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കാൻ പ്രവർത്തകർ ഊർജിതമായി ശ്രമിക്കണം. മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തുള്ള CPM-ഉം വിജയം പ്രതീക്ഷിക്കുന്ന BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് 30,000-ഓളം വോട്ടർമാരെ ചേർത്തത് തിരിച്ചറിയാതെ പോയതുമൂലമുണ്ടായ പരാജയവും കെ മുരളീധരൻ വിശദീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം CPM-നെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇതുകൊണ്ടുതന്നെ പാലക്കാട്ട് ഏതുതരം അട്ടിമറിയും പ്രതീക്ഷിച്ച് കൗണ്ടർ പ്രവർത്തനത്തിന് പ്രവർത്തകർ സജ്ജരാകണം. DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. AICC വക്താവ് PV മോഹനൻ, DCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, VK ശ്രീകണ്ഠൻ MP, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റുമാരായ VS വിജയരാഘവൻ, CV ബാലചന്ദ്രൻ, മുൻ MP രമ്യ ഹരിദാസ്, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, P ബാലഗോപാൽ, KA തുളസി, PV രാജേഷ്, P ഹരിഗോവിന്ദൻ തുടങ്ങിയവരും ജില്ലാ മണ്ഡലം നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. ഹീവാൻസ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീനിവാസൻ. ഇതേ കേസിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി പത്മശ്രീ TA സുന്ദർ മേനോനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാലടിയിൽ നിന്നാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം ശ്രീനിവാസനെ പിടികൂടിയത്. അമിത പലിശ വാഗ്ദാനം നൽകി കോടികൾ ധനകാര്യ സ്ഥാപനത്തിലേക്ക് നിക്ഷേപമായി സ്വീകരിച്ച് തിരികെ കൊടുത്തില്ലെന്ന പരാതിയിലാണ് നടപടി. നിരവധി പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനും ക്രൈംബ്രാഞ്ചിനും ലഭിച്ചിട്ടുള്ളത്. ഹീവാൻസ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് KPCC സെക്രട്ടറി കൂടിയായ CS ശ്രീനിവാസൻ. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് KSEB കടന്നുപോകുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേന്ദ്ര നയങ്ങൾ കേരളത്തിന് തിരിച്ചടിയാണെങ്കിലും ഈ നയങ്ങൾ അംഗീകരിക്കേണ്ടി വരുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി മേഖലയിലെ ചെലവ് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി വരവ് ഉണ്ടാകുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണം
വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗ ആവശ്യം നിറവേറ്റാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം അതീവ പ്രതിസന്ധിയിലാകുമെന്നും മന്ത്രി പറഞ്ഞു. KSEB പൊതുമേഖലയിൽ തന്നെ നിലനിർത്തേണ്ടത് സമൂഹത്തിൻ്റെയും ജീവനക്കാരുടെയും ആവശ്യമാണ്. രാജ്യത്തെ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുവാനുള്ള ലക്ഷ്യത്തോട് 2003 ഇലക്ട്രിസിറ്റി ആക്ട് തുടർന്നുള്ള എല്ലാ പരിഷ്കാരങ്ങളും നാളുകളിലെ പ്രതിരോധിക്കുകയും കേരളത്തിന്റെ താനാത് മുതൽ നയത്തിലൂടെ നമ്മുടെ സ്ഥാപനത്തെ വിഭജിക്കാതെ ഒറ്റ കമ്പനിയായി പൊതുമേഖലയിൽ തന്നെ ഇന്നും നിലനിർത്തുന്നു. ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഈ മിക്കവാറും ഈ അടുത്ത സമ്മേളനത്തിൽ ഇതിന്റെ ചർച്ചയ്ക്ക് വരുമ്പോൾ ആ ബില്ല് വന്നാലുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന്റെ അപകടത്തിലാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് റാവുത്തർ അധ്യക്ഷത വഹിച്ചു. കലാ സാംസ്കാരിക വേദിയായ സർഗവേദിയുടെ ഉദ്ഘാടനം KSEB CMD ബിജു പ്രഭാകർ IAS നിർവഹിച്ചു. VK ശ്രീകണ്ഠൻ MP, A പ്രഭാകരൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ഉത്തരമേഖലാ സെക്രട്ടറി ജോസഫ് കളരിമുറിക്കൽ, സ്വാഗത സംഘം ചെയർമാൻ EP ശ്രീദേവി, VT ജോബ്, VP രാധാകൃഷ്ണൻ, ഗീത R നായർ, MF അനിലൻ, സ്വാമിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബന്ധപ്പെട്ടവർ ഓഗസ്റ്റ് 20-നകം നീക്കം ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബോർഡുകൾ നീക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷമാണ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നഗരസഭാ പരിധിയിൽ പലയിടത്തും നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ഓഗസ്റ്റ് 20-നകം ബോർഡുകൾ സ്വയം നീക്കാൻ തയ്യാറാകണം. 21 മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് പൊതുനിരത്തുകളിൽ ബോർഡുകൾ, അതുപോലെ കുടിതോരണങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതൊരു ഉത്തരവായിട്ട് വന്ന് ഏതാണ്ട് 2 കൊല്ലത്തിൻ്റെ മേലെ ആയിട്ടുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷൊർണൂർ നഗരസഭയിൽ പല സ്ഥലങ്ങളിലും ഈ ഉത്തരവിന് വിരുദ്ധമായിട്ട് ബോർഡുകളും ഹോൾഡിങ്ങുകളും കൊടികളുമെല്ലാം പലയിടത്തായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ പോലീസ്, PWD, നഗരസഭയിലെ റവന്യൂ, ഹെൽത്ത് വിഭാഗമെല്ലാം യോഗം ചേർന്നു പൊതുവായിട്ടൊരു ധാരണയിലെത്തിയത് ഓഗസ്റ്റ് മാസം 20-നകം എല്ലാവരും സ്വമേധയാ മാറ്റും. അതിനെ സ്വമേധയാ മാറ്റാനായിട്ടുള്ള സമയമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചത്. 21-ാം തീയതി നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ പോലീസ് ഉൾപ്പെടെ PWD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ചേർന്ന്, എല്ലാവരും സംയുക്തമായി ചേർന്ന് ബോർഡുകളും തോരണങ്ങളുമെല്ലാം അനധികൃതമായി, പ്രത്യേകിച്ച് സർക്കാർ ഓഫീസിന് മുമ്പിൽ നിന്നും ചെയ്യാൻ പാടില്ല, അതുൾപ്പെടെ മാറ്റുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവുക. ആർക്ക് വേണ്ടിയാണോ ഫ്ലക്സ് അടിക്കുന്നത് ആ ഉടമസ്ഥൻ്റെ പേരും ഫോൺ നമ്പറും കൂടി അടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അകത്ത് വരുന്ന ആരാണോ അതിൻ്റെ ഉത്തരവാദി അവർക്ക് അതിനകത്ത് ഫൈന് ഉൾപ്പെടെയുള്ള നടപടികളാണ് വരിക. അപ്പോൾ അത്തരമൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും നഗരസഭയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. ഫ്ലക്സ് പ്രിന്റിംഗ് യൂണിറ്റുകൾ ഫ്ലക്സ് തയ്യാറാക്കുമ്പോൾ ഫ്ലക്സ് അടിക്കുന്നവരുടെ പേരും ഫോൺ നമ്പറും അതിൽ രേഖപ്പെടുത്തണം. പൊതുസ്ഥലങ്ങളിൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലോ കാൽനടയാത്രയ്ക്ക് തടസ്സമാകുന്ന തരത്തിലോ സ്ഥാപിച്ചിട്ടുള്ള ഒരുവിധ ഫ്ലക്സ് ബോർഡുകളും നഗരസഭാ പരിധിയിൽ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു. പല ഭാഗങ്ങളിലും സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണം. സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വത്തുവകകളിൽ കൊടികൾ, തോരണങ്ങൾ എന്നിവ ഒരു കാരണവശാലും കെട്ടാൻ പാടുള്ളതല്ല. സ്ഥാപിക്കുന്ന ബോർഡുകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ നമ്പറും പേരും രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം പരസ്യ ഏജൻസികൾക്കാണ്. നിയമലംഘകർക്കെതിരെ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് കോടതിയലക്ഷ്യ നടപടിപ്രകാരം കേസെടുക്കുന്നതിന് പോലീസ് സ്റ്റേഷനിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനമായെന്നും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചേലക്കരയിൽ കഴുത്തിൽ ഷാൾ കുരുങ്ങി 10 വയസ്സുകാരി മരിച്ചു. ചേലക്കര വട്ടുള്ളി
തുടുമേൽ റജ്ജി ബ്രസിലി ദമ്പതികളുടെ ഏകമകൾ എൽവിനയാണ് മരിച്ചത്. തിരുവില്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എൽവിന. തിങ്കളാഴ്ച രാത്രി 9:30-യോടെയാണ് സംഭവം. മുറിയിൽ ജനാലക്കരികിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഷാൾ കുരുങ്ങുകയായിരുന്നു. പുറത്തുപോയി തിരിച്ചെത്തിയ അച്ഛൻ റജിയാണ് മകളെ ഷാൾ കുരുങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവില്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് 10 വയസ്സുള്ള എൽവിന. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽപാളത്തിനരികിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് സംശയമുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ട്രെയിൻ കടന്നുപോയ ശേഷമാണ് ട്രാക്കിൽ മൃതദേഹം കണ്ടത്. ജീൻസ് പാൻറ്റും വെള്ള പൂക്കളുള്ള ഷർട്ടുമാണ് വേഷം. മുഖത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. KSEBയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. 14-ന് പെൻഷൻ ഭവനിൽ നടക്കുന്ന അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജില്ലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും. KSEBയിൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിൽ KSEBയിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നേതാക്കൾ പങ്കെടുക്കും. തുടങ്ങിയ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തിരുന്ന ജീവനക്കാരാണെങ്കിലും ഈ KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാം, സ്റ്റേറ്റിൻ്റെയിലാണെങ്കിലും KSSPU എന്ന് പറയുന്ന ഒറ്റ കൊടക്കീഴിൽ തന്നെയാണ് ഒരു സംഘടന എന്നുള്ള രീതിയിലുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഘടനയും. അപ്പോൾ ഇതിലെ ജീവനക്കാരുടെ ഭാഗത്ത് പല സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിലും KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഒറ്റക്കെട്ടായി തന്നെയാണ് നിലനിൽക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ G. വിജയകുമാർ, പ്രസാദ് മാത്യു, K. നാരായണൻ, P. രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനൊപ്പം റോഡും തകർച്ചയിൽ. പെരുങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിലാണ് 3 മാസത്തോളമായി ശുദ്ധജലം പാഴാകുന്നത്. വെള്ളം കുത്തിയൊലിക്കുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. കഴിഞ്ഞ 3 മാസത്തോളമായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പൈപ്പ് പൊട്ടി വ്യാപകമായി ശുദ്ധജലം പാഴാവുകയാണ്. വെള്ളം കുത്തിയൊഴുകി റോഡും തകർന്നു. വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 3 മാസമായിട്ടും പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പെരുങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പ്രശ്നം സംബന്ധിച്ച് നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയതാണെന്നും വെള്ളം പാഴാകുന്നതിനൊപ്പം ഇവിടെ യാത്രാ ദുരിതം രൂക്ഷമാണെന്നും നാട്ടുകാർ പറഞ്ഞു. കൂടെ വരാൻ തുടങ്ങിയിട്ട് മണിമല കുടിവെള്ള പദ്ധതിയുമായിട്ട് ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഈ പൈപ്പ് പൊട്ടിയിട്ട് സുമാർ ഒരു 6 മാസമാകും. ഈ കുട്ടികൾ ഇവിടെ LP സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള കരിയാണ് പൊട്ടിയിരിക്കുന്നത്. 6 മാസമായിട്ടും പഞ്ചായത്ത് മെമ്പർ അടക്കം പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്തു തരില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിലിന്റെ സംസ്കൃത ദിനാഘോഷ പരിപാടികൾ KVR ഹൈസ്കൂളിൽ നടന്നു. രാമായണ മാസാചരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡയറ്റ് ഫാക്കൽറ്റി വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാളെ അല്ലാണ്ട് അനേക കാലം അശ്വത്ഥം, അനേക വർഷം അനേക കാലം നിൽക്കുന്നതിനാണ് അശ്വത്ഥം എന്ന് പറയുന്നത്. ആ അശ്വത്ഥ വൃക്ഷത്താലും വേണ്ടജാലയിൽ എന്തൊരു മനോഹരമാണ് വെണ്ടച്ചെടികൾ അല്ലേ, പൂത്തെളിഞ്ഞു നിൽക്കുന്ന വെണ്ടച്ചെടികൾ. അതിനാൽ പരിബൃംഹിത ഭൂതലം നിറഞ്ഞു നിൽക്കുന്ന ഈ തൊടി KVR വിദ്യാലയം വന്ദേ, അങ്ങനെയുള്ള KVRനെ ഞാൻ വന്ദിക്കുന്നു. സംസ്കൃത കൗൺസിൽ സെക്രട്ടറി P. വിദ്യ സ്വാഗതം പറഞ്ഞു. KVR ഹൈസ്കൂൾ PTA പ്രസിഡന്റ് VS സുധേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PhD നേടിയ പത്മനാഭൻ മാസ്റ്ററെ ആദരിച്ചു. ഷൊർണൂർ AEO ബിന്ദു, KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KR ഷീന,
വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ പി സിജു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പി പത്മനാഭൻ രാമായണ ക്ലാസ്സിന് നേതൃത്വം നൽകി. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി രാമായണ പ്രശ്നോത്തരി മത്സരവും തുടർന്ന് സമ്മാനദാനവും നടന്നു. സംസ്കൃത കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PS രാമപ്രസാദ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മണ്ണൂരിൽ NCP ലഘുലേഖ വിതരണം നടത്തി. NCP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിന ചിന്തകൾ സംബന്ധിച്ച സന്ദേശലേഖകൾ 800ഓളം വീടുകളിൽ എത്തിച്ചത്. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണിക്ക് ആദ്യ ലഘുലേഖ നൽകി മണ്ഡലം പ്രസിഡന്റ് K ശങ്കരനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യം 78ാം വാർഷികം അതെങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ ആഘോഷിച്ചാലും മധ്യമാവില്ല. കാരണം ആ ആഘോഷത്തിനുള്ള പ്രസക്തി പണ്ട് എന്നത്തേക്കാട്ടിലും ഈ വർഷം വളരെയധികം കൂടിയിരിക്കുന്നു എന്നാണ് നമുക്ക് അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച്. പോരാ, ഇപ്പോഴുള്ള അഭിമാനം പോരാ, ഇനിയും വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രോഷർ, യാതൊരു രാഷ്ട്രീയ ഒരു ഛായയുമില്ലാത്ത ഒരു ബ്രോഷർ അടിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ എല്ലാ വീടുകളിലും എത്തിക്കാനാണ് ഇവരുടെ ശ്രമം. അതിൻ്റെ തുടക്കമായിട്ടാണ് എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായത്, ഈ ബ്രോഷർ പ്രകാശനം ചെയ്യാൻ. NCP ജില്ലാ സെക്രട്ടറി SJ നജീബ, മണ്ഡലം വൈസ് പ്രസിഡന്റ് V ഹരിദാസ്, സെക്രട്ടറി നിഷാദ് കൊറ്റുകുളങ്ങര, സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NCP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന സന്ദേശ ലേഖകൾ 800ഓളം വീടുകളിൽ എത്തിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ലഘുലേഖ വിതരണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലാപ്ടോപ്പ് വിതരണം നടത്തി. അയ്യങ്കാളി ഹാളിൽ നടന്ന വിതരണ ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഷൊർണൂർ അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൻ്റെ ഒപ്പം എത്താനുള്ള സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം വകുപ്പിൽ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. നമ്മൾ പ്രത്യേകമായിട്ട് പ്ലാൻ ഫണ്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഇവിടെ നമ്മൾ വീട് റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, പട്ടികജാതി വിഭാഗത്തിൻ്റെ വീട് റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, പുതിയ വീട് വെച്ച് നൽകുന്ന കാര്യത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വികസന ഓഫീസർ M മേഘ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ KS ശോഭന, T ലത, CC ഉഷാദേവി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പട്ടികജാതി വികസന വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന FC ഹോം സർവേ പാലക്കാട് ജില്ലയിൽ ആദ്യം പൂർത്തീകരിച്ച ഷൊർണൂർ മുനിസിപ്പാലിറ്റി പട്ടികജാതി വകുപ്പിലെ പ്രൊമോട്ടർമാരെ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വയനാട് ദുരന്തബാധിതർക്കായി കൈകോർത്ത് ഷൊർണൂർ നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ. കുടുംബശ്രീ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. P മമ്മിക്കുട്ടി MLA ചെക്ക് ഏറ്റുവാങ്ങി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 4,30,250 രൂപയുടെ ചെക്കാണ് P മമ്മിക്കുട്ടി MLAയെ ഏൽപ്പിച്ചത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VC സിന്ധു ചെക്ക് കൈമാറി. എത്ര പണം ലഭിച്ചാലും അവിടെ ഒരു റീബിൽഡ് വയനാട് അല്ലെങ്കിൽ റീബിൽഡ് നേപ്പാളി അത് ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക ചെലവ് വരും. എന്നിരുന്നാലും ഇങ്ങനെയുള്ളൊരു ആപത്ഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങളെ, ആ നാടിനെ സഹായിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് നഗരസഭയിലെ 33 വാർഡുകളിൽ നിന്നായി ഇത്രയും തുക പിരിച്ചെടുത്തത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന, CC ഉഷാദേവി, മറ്റ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വയനാടിന് അമ്പലപ്പാറയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ നൽകി. തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയുടെ ചെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഒറ്റപ്പാലം എംഎൽഎ കെ പ്രേംകുമാറിന് കൈമാറി. വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ, സെക്രട്ടറി NR ഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർമാരെ തടയാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തകരുടെ ജാഗ്രത വേണമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. ഉപതെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാര സജീവമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും കെ മുരളീധരൻ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പാലക്കാട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ക്യാമ്പ്. അതീവ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് KSEB കടന്നുപോകുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയം വൈദ്യുതി വിതരണ സേവന മേഖലയെ ഇല്ലാതാക്കും. പാലക്കാട്ട് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന സമ്മേളനം. KSEBയിൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ KPCC സെക്രട്ടറി CS ശ്രീനിവാസൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. തൃശൂരിലെ ഹീവാൻ ഫിനാൻസ് ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയത് കാലടിയിൽ നിന്ന്. ഇതേ കേസിൽ തൃശൂരിലെ പ്രമുഖ വ്യവസായി സുന്ദർ മേനോൻ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കർശന നടപടി. സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ഓഗസ്റ്റ് 20-നകം സ്വയം നീക്കണം. അല്ലാത്തപക്ഷം ഹൈക്കോടതി ഉത്തരവിന്റെയും സർക്കാർ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ കർശന നടപടിയെന്ന് നഗരസഭാ അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.